പ്രസ് റൂമിലേക്ക് സ്വാഗതം. ഇന്നൊരു പ്രധാനപ്പെട്ട കോടതി വിധിയാണ്. പ്രധാനപ്പെട്ട കോടതി വിധികളൊക്കെ തന്നെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഹൈക്കോടതിയുടെ ഒരു ഉത്തരവാണ്. സാധാരണ നിലയിൽ ഇത്തരം കോടതി ഉത്തരവുകളൊക്കെ അറിയുന്നത് നിങ്ങൾക്ക് ഭാവിയിൽ ഉപകാരപ്പെടും. നിലവിലിപ്പോൾ ഇതിനെ സംബന്ധിച്ച വിഷയമൊന്നും ഇല്ലെങ്കിലും ജീവിതകാലം മുഴുവൻ അങ്ങനെ ആയിരിക്കണമെന്നും ഇല്ല. പ്രത്യേകിച്ച് വിവാഹ ബന്ധത്തിൽ നമ്മുടെ നാട്ടിൽ ദിനം പ്രതി വിവാഹ മോചന ഹർജികളുടെ എണ്ണം കൂടുകയാണ്. ദമ്പതിമാർക്ക് ശരിക്കും പരസ്പരം പൊരുത്തപ്പെട്ട് ജീവിക്കാൻ കഴിയുന്ന അവസ്ഥ ചുരുങ്ങി വരികയാണ്. ചില വിവാഹ ബന്ധങ്ങൾക്ക് 3 മാസത്തെ ആയുസ് പോലും ഇല്ലാത്ത സ്ഥിതിയാണ്. ചെറുപ്പക്കാരിൽ പലർക്കും വിവാഹമേ വേണ്ട എന്നുള്ള ഒരു അവസ്ഥയാണ്. കാരണം അവർ പറയുന്നത് മുതിർന്ന ആളുകളുടെ വിവാഹ ബന്ധത്തിലെ വിള്ളലുകളും പ്രശ്നങ്ങളും വഴക്കുകളും കേസുകളുമൊക്കെ കണ്ട് ഞങ്ങൾക്ക് മതിയായി. ഈ ബന്ധം എന്ന് പറയുന്നത് ഒരു ബന്ധനം തന്നെയായി മാറാൻ ഞങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് സ്വാതന്ത്ര്യം അതിൻ്റെ പരമാവധിയായിട്ട് ഉപയോഗിക്കാൻ തന്നെയാണ് തീരുമാനം എന്നുള്ളതാണ് ഇന്നത്തെ യുവാക്കളുടെ തീരുമാനം. പല മുതിർന്ന ആളുകളും അത് ശരിവെക്കുന്നുമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുകയും ആസ്വദിക്കുകയും ചെയ്യുന്നത് കുടുംബ വഴക്കുകളെ കുറിച്ചിട്ടുള്ളതാണ്. അത് പലപ്പോഴും അവതരിപ്പിക്കുന്ന ആളുകൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഊഹമുണ്ട്. അത് മറ്റൊന്നുമല്ല, അത്തരം കാര്യങ്ങൾ കാണാൻ ആളുകൾ കൂടുതലുണ്ട്, വ്യൂസ് കൂടുതൽ കിട്ടും. വ്യൂസ് കൂടുതൽ കിട്ടിയാൽ കൂടുതൽ വരുമാനം കിട്ടും. യൂട്യൂബ് അങ്ങനെ വരുമാനം കൊടുക്കുന്നുണ്ട്, കൂടുതൽ വ്യൂസ് കിട്ടുന്നിടത്ത്. അത് വെച്ചുകൊണ്ടാണ് പലരും ആ നിലയിലേക്ക് മാറുന്നത്. കാണാൻ ആളുകൾ ഉണ്ട് താനും. ഇന്ന് പറയാൻ പോകുന്നൊരു വിഷയം നിങ്ങളിൽ പലരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈ ഡിവേഴ്സ് ആയ ആളുകളും ആകാൻ പോകുന്ന ആളുകളും നാളെ ഒരു പക്ഷേ അതിൽ എത്തിച്ചേരാൻ സാധ്യത ഉള്ള ആളുകളുമൊക്കെ കണ്ടിരിക്കുക. ഇവിടെ ഒരു പൈലറ്റാണ് പ്രധാന കഥാപാത്രം. പൈലറ്റ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, അയാളുടെ ശമ്പളം എന്നൊക്കെ പറഞ്ഞാൽ 8.3 ലക്ഷം തന്നെയാണെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ പറയുന്നു. അയാളുടെ ശമ്പളം ഇത്രയൊക്കെ ആണ് എന്നുള്ളതാണ്. അങ്ങനെയുള്ളൊരു വ്യക്തി ഭാര്യയ്ക്ക് ശരിക്കും ചെലവിന് കൊടുക്കാതെ മെയിൻ്റനൻസ്, അതായത് ജീവനാംശം കൊടുക്കാതിരിക്കാൻ വേണ്ടി പെട്ട പാടാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൊച്ചിയിൽ നടന്ന സംഭവം തന്നെയാണ്. ഈ വ്യക്തിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും തമ്മിലുള്ള ബന്ധം വഷളായതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് നമുക്ക് ചെയ്യേണ്ടതില്ല. എന്തായാലും ബന്ധം വഷളായി. അത് ഒരു കുട്ടി ഉണ്ടായതിന് ശേഷമാണ് ബന്ധം വഷളായത്. 2018 അവർ രണ്ടുപേരുടെയും ഒരു മ്യൂച്വൽ ഡിവേഴ്സ് പെറ്റീഷൻ്റെ പുറത്ത് ഡിവേഴ്സ് അനുവദിക്കുകയും ചെയ്തു. ഈ ഡിവേഴ്സ് അനുവദിച്ചതിന് ശേഷം ശരിക്കും ഭാര്യ ജീവനാംശം ആവശ്യപ്പെട്ടതാണ് പ്രശ്നം. ജീവനാംശം എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ്, ചെലവിനുള്ള തുക. ഒരു കുട്ടിയുമുണ്ട്, തനിക്കും കുട്ടികൾക്കും ചെലവിന് ഭർത്താവ് തരണം എന്നുള്ളതാണ് ആവശ്യം. ഇതിനു മുമ്പ് ഒരു ഉണ്ട്. അത് ഗാർഹിക പീഡന നിയമം അനുസരിച്ചുള്ളതാണ്. ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരമുള്ള ഒരു കേസ് നിലവിൽ ഉണ്ട് താനും. ആ കേസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് നടന്നത്. ആ കേസിനെ തുടർന്ന് ഈ ജീവനാംശമായിട്ട്, മെയിൻ്റനൻസ് ആയിട്ട് 30,000 രൂപ പ്രതിമാസം നൽകാൻ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടു. പൈലറ്റാണ് പ്രതി. പൈലറ്റ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഈ വിധിക്കെതിരെ ജില്ലാ കോർട്ടിൽ അപ്പീൽ കൊടുത്തു. ജില്ലാ കോടതിയും മജിസ്ട്രേറ്റ് കോടതി പറഞ്ഞത് ശരിവെച്ചു. 30,000 രൂപ ഈ ഭാര്യയ്ക്കും മകൾക്കും ഇദ്ദേഹം ചിലവിന് കൊടുക്കണം എന്നുള്ളതാണ്. ഇദ്ദേഹം അവിടെ കൊണ്ടും ജില്ലാ കോടതിയും അത് ശരിവെച്ചു. തുടർന്നും ഈ പൈലറ്റിന് വീണ്ടും അതിനെതിരെ അപ്പീൽ കൊടുക്കണം എന്ന് അദ്ദേഹത്തിൻ്റെ തീരുമാനം. അതനുസരിച്ച് അദ്ദേഹം ഹൈക്കോർട്ടിൽ അപ്പീൽ കൊടുത്തു. ഹൈക്കോർട്ടും കയ്യോടെ അപ്പീൽ തള്ളിക്കൊടുത്തു. ഹൈക്കോർട്ട് പറഞ്ഞു, നിങ്ങൾ ഉയർത്തിയ വാദങ്ങൾ എന്ന് പറയുന്നത്, അത് നമുക്കതും കൂടി ഒന്ന് പരിശോധിക്കാം. ഈ പൈലറ്റ് ഉയർത്തിയ വാദം എന്ന് പറയുന്നത്, ഞങ്ങൾ 2018 ഡിവോഴ്സായി, വിവാഹമോചനം നടത്തി. ഇപ്പോൾ എൻ്റെ ഭാര്യയല്ല മുൻ ഭാര്യയാണ്, എക്സ് വൈഫ് എന്ന ഒരു നിഗമനത്തിൽ വരുന്ന കക്ഷിയാണ്. അപ്പം അവർക്ക് ജീവിക്കാനുള്ള എല്ലാ സ്വത്തുവകകളും ഉണ്ട്. ഞാൻ കൊടുത്തിട്ട് വേണ്ട അവർ ജീവിക്കാൻ. അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ട്. 1 എക്സ് വൈഫാണ്, 2 അവർക്ക് ഇപ്പോൾ തന്നെ സ്വന്തം നിലയിൽ ജീവിക്കാനുള്ള ഒരു വരുമാനമൊക്കെ ഉണ്ട് താനും. മൂന്നാമത്, ഞങ്ങൾ 2017
ഈ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തതിനെ തുടർന്ന് ഞങ്ങൾ ഒരു എഗ്രിമെൻ്റ് വെച്ചിരുന്നു. ഒരു നോട്ടറിയുടെ മധ്യസ്ഥതയിൽ തന്നെയാണ് ഞങ്ങളത് ചെയ്തത്. ഒരു കരാർ, നോട്ടറി അറ്റസ്റ്റ് ചെയ്ത ഒരു കരാർ ഞങ്ങൾ ഏർപ്പെട്ടു. ആ കരാറിൽ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ഗാർഹിക പീഡനം എന്ന് പറയുന്നത് ആരംഭിക്കുന്നതും കൂടി നിങ്ങൾ എങ്ങനെയാണെന്ന് കേട്ടിരിക്കണം. ഇദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ 301 പവനാണ് സ്ത്രീധനമായി കൊടുത്തത്, പ്ലസ് 10 ലക്ഷം രൂപയും. 301 പവനും 10 ലക്ഷം രൂപയും സ്ത്രീധനം വാങ്ങിയിട്ടാണ് ഈ പൈലറ്റ് ഈ വിവാഹം നടത്തിയത്. സ്ത്രീധനം കുറഞ്ഞുപോയി എന്നുള്ളതാണ് ഗാർഹിക പീഡനത്തിന് വന്ന പരാതി. ഇതിൻ്റെ പേരിൽ അദ്ദേഹം ഭാര്യയുമായിട്ട് നിരന്തരമായി വഴക്കിടുകയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. തുടർന്നാണ് ഗാർഹിക പീഡന നിരോധന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭാര്യ ഈ മജിസ്ട്രേറ്റ് കോടതി മുതൽ അംഗം തുടങ്ങുന്നത്. അവിടെ ജയിച്ചു, ജില്ലാ കോടതിയിൽ ജയിച്ചു, ഇപ്പോൾ ഹൈക്കോടതിയിലും ജയിച്ചു. അപ്പോൾ അദ്ദേഹം ഉയർത്തിയ ഈ 3 വാദങ്ങളും, 1 എക്സ് വൈഫാണ്, 2 ഡിവോഴ്സായി കഴിഞ്ഞു, 3 അവർക്ക് സ്വന്തം വരുമാനമുണ്ട്, 4 ഞങ്ങൾ നേരത്തെ ഒരു കരാർ വെച്ചിട്ടുണ്ട്, അതിൽ മെയിൻ്റനൻസ് ഒന്നും വേണ്ട എന്ന് പരസ്പരം സമ്മതിച്ച് തന്നെ ഭാര്യയും ഒപ്പിട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കിപ്പോൾ ഈ ഭാര്യയ്ക്കും മക്കൾക്കും ചെലവിന് കൊടുക്കേണ്ട നിയമപരമായി യാതൊരു ബാധ്യതയുമില്ല എന്നാണ് വാദിച്ചത്. ഇനിയാണ് ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഹൈക്കോടതി പറഞ്ഞു, ഈ കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിലും ഈ പൈലറ്റ് നിങ്ങൾ പറയുന്നതിൽ ചില പോരായ്മകളുണ്ട്. അത് ഒന്നാമത്, ഈ ഭാര്യയ്ക്ക് ജീവിക്കാൻ സ്വത്തും വകയും ഉള്ളതൊന്നും ഭർത്താവ് അറിയണ്ട. അവർക്ക് നിങ്ങൾ മെയിൻ്റനൻസ് കൊടുക്കാനുള്ള ബാധ്യത നിങ്ങൾക്ക് ഉണ്ട്. സ്ത്രീധന പീഡന നിരോധന നിയമപ്രകാരം നിങ്ങൾ മെയിൻ്റനൻസ് നൽകണം എന്ന് പറഞ്ഞാണ് കേസ് മജിസ്ട്രേറ്റ് കോടതിക്ക് തുടങ്ങി ജില്ലാ കോടതിയിലെത്തി ഇപ്പോൾ ഹൈക്കോടതിയുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അവിടെ ഒക്കെ തന്നെ ഈ നിരോധന നിയമം അനുസരിച്ച്, പീഡന നിരോധന നിയമപ്രകാരം മെയിൻ്റനൻസ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ളത് നിൽക്കും. ഇത് വേണ്ട, ഇല്ലെങ്കിൽ ഈ മെയിൻ്റനൻസ് വേണ്ട, അല്ലെങ്കിൽ മെയിൻ്റനൻസിൽ ഇളവ് വരുത്തണം എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു കരാറ് വച്ചിട്ടുണ്ടെങ്കിൽ ആ കരാറ് ഇക്കാര്യത്തിൽ ബൈൻഡിങ് അല്ല എന്ന് ഹൈക്കോടതി പറഞ്ഞു. വിവാഹമോചനം നടന്നാലും ഗാർഹിക പീഡന തടയൽ നിയമപ്രകാരം ഒരു ഭർത്താവിന് മെയിൻ്റനൻസിൻ്റെ ബാധ്യത നൽകേണ്ടതുണ്ട് എന്ന് കോടതി തീർത്തു പറഞ്ഞു. അതുകൊണ്ട് മ്യൂച്വലിൽ എല്ലാവരും കൂടെ കയറി ഇത്തരത്തിലുള്ള ഒരു എഗ്രിമെൻ്റ് വെച്ചിട്ടുണ്ട് എന്നുള്ള അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് കോടതിയുടെ മുമ്പാകെ വരേണ്ടതില്ലെന്ന് തന്നെ ഹൈക്കോടതി തീർത്തും പറഞ്ഞു എന്നുള്ളതാണ്. ഇവിടെ പ്രസക്തമായൊരു ചോദ്യം, വിദ്യാസമ്പന്നനായ ഒരു പൈലറ്റാണ് ഇതിലെ പ്രതി എന്നുള്ളതാണ്. അദ്ദേഹത്തിന് 8.3 ലക്ഷം രൂപ വരുമാനമുണ്ട്. അതിൽ നിന്നാണ് 30,000 രൂപ ഭാര്യയ്ക്ക് മെയിൻ്റനൻസ് ആയിട്ട് കൊടുക്കുന്നതിന് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. 30,000 രൂപ സ്വന്തം കുട്ടിക്കാണ്. സ്വന്തം കുട്ടിയും കുറച്ച് നാളെങ്കിലും ഇദ്ദേഹത്തിൻ്റെ കൂടെ ഭാര്യയായി ജീവിച്ച ഒരു സ്ത്രീക്കുമാണ് ഇത് കൊടുക്കാൻ കഴിയാത്ത നിലയിൽ അദ്ദേഹം വാദഗതികളുമായി കോടതിയെ കയറി ഇറങ്ങിയത്. അവസാനം ഹൈക്കോടതിയും ഇതിനെ തള്ളിക്കൊടുത്തു എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്. ഓർമ്മിക്കുക, നമുക്ക് എന്തായാലും ഭാര്യയെ ഉപേക്ഷിക്കുന്ന ഒരു ഭർത്താവിന് പല കാരണങ്ങളാൽ കോടതിയിൽ വാദഗതികൾ ഉയർത്താം. എങ്കിലും കോടതി എപ്പോഴും അത്തരം സ്ത്രീകളോടൊപ്പം പരമാവധി കോടതി അവർക്കൊരു ലീനിയൻ്റ് ആയിട്ടുള്ള വ്യൂ കോടതി കൊടുക്കാറുണ്ട്. സ്ത്രീകൾക്ക് പരമാവധി അവരുടെ ഭാഗം കോടതി കുറച്ചുകൂടി ഒരു കൺസിഡറേഷൻ നൽകുന്നു എന്നുള്ളതാണ് തികച്ചും പല കേസുകളിൽ നിന്നുള്ള ഉത്തരവുകളിൽ നിന്നും ബോധ്യമാകുന്നത്. എന്ന് പറഞ്ഞാൽ 100% അങ്ങനെയാണെന്ന് കരുതണ്ട, പക്ഷേ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഈ ചെലവിന് കൊടുക്കാതെ ഈ ഭാര്യയെയും മക്കളുമൊക്കെ അങ്ങ് ഉപേക്ഷിച്ചിട്ട് വലിയ മിടുക്കനായി നടന്നു കളയാം എന്ന് ഭർത്താക്കന്മാരാരും കരുതി കളയരുത്. ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാനുള്ള ബാധ്യതയിൽ നിന്നും ഒളിച്ചോടാൻ കഴിയില്ല. ആ ക്ലെയിം അവർ ഉയർത്തുമെങ്കിൽ നിങ്ങൾ കൊടുത്തേ പറ്റൂ എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഇത്തരത്തിലുള്ള കോടതി വിധികൾ ഇനിയും ഞങ്ങളുടെ ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. തീർച്ചയായും അത്തരം വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. നന്ദി.